ഈ സമ്മർ സീസണിൽ നമുക്ക് എന്തൊക്കെ മഴക്കാലത്തേക്ക് വേണ്ടി സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് നോക്കാം. നമ്മുടെ വീടുകളിൽ ബാക്കി വന്ന പല സാധനങ്ങൾ കൊണ്ടാണ് നമ്മളിതൊക്കെ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഴക്കാലത്തേക്ക് വളരെ എളുപ്പത്തിൽ കറികളും ഒക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം ഞാൻ ബാക്കി വന്ന് ചോറ് വെച്ചാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാനായി നമുക്ക് പച്ചരി ചോറും എടുക്കാം, പുഴുക്കലരി ചോറും എടുക്കാം കേട്ടോ. ഏത് ചോറായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കായം, കുറച്ച് ഉപ്പ്, 1 സ്പൂൺ കുരുമുളക് പൊടി. ഇത് വീട്ടിൽ തന്നെ ക്രഷ് ചെയ്തെടുത്ത കുരുമുളകായാലും ഏറ്റവും നല്ലതാണ്. എല്ലാം ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 5 വെളുത്തുള്ളി അല്ലി, കുറച്ച് കാന്താരി. ഇത് ഞാൻ ഉണക്കി വെച്ച കാന്താരിയാണ്, പച്ചയാണെങ്കിലും കുഴപ്പമില്ല. പച്ച ഉണ്ടെങ്കിൽ പച്ച തന്നെ എടുക്കാം. ഇനി ഇതിലേക്ക് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചോറുണ്ടല്ലോ, അത് കുറേശ്ശെയായി ചേർത്ത് നമുക്കതൊന്ന് അടിച്ചെടുക്കണം. ഞാൻ 2-3 പ്രാവശ്യമായിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ മുഴുവനായും അടിച്ചെടുത്തതിന് ശേഷം നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇത് 2ആയി ഭാഗിക്കാം. ഞാനിവിടെ കൊണ്ടാട്ടമാണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ കൊണ്ടാട്ടം 2 തരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് പകുതി ഞാനിതാ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ആ പകുതിയിലേക്ക് നമുക്ക് ഒരു വലിയ സവാള നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്താൽ മതി. ഇനി നന്നായി തന്നെ എല്ലാം യോജിപ്പിച്ചെടുക്കാം. ബാക്കിയുള്ളത് അതേപോലെ ഉണക്കിയെടുക്കാം. അത് ഉള്ളി ചേർക്കാത്ത കൊണ്ടാട്ടമാണ് കേട്ടോ. ഇത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഉണങ്ങാനായി ഞാനിവിടെ ഒരു ഇലയാണ് എടുത്തിട്ടുള്ളത്, വാഴയിലയാണ് എടുത്തിട്ടുള്ളത്. വാഴയിലക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പായ എടുക്കാം. അതിലേക്ക് ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചായി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഒരിക്കലും പേപ്പറിലോ പ്ലാസ്റ്റിക് ഷീറ്റിലോ ഉണക്കരുത്. ഒന്നുകിൽ പ്ലേറ്റ്, അല്ലെങ്കിൽ നമ്മുടെ പായ ഉണ്ടാവുമല്ലോ, ആ പായ, അല്ലെങ്കിൽ നല്ല പാള ഉണ്ടെങ്കിൽ അതിലാണ് പണ്ടൊക്കെ ഉണക്കാറ്. അപ്പോൾ വാഴയില ഉണ്ടെങ്കിൽ വാഴയിലയിൽ തന്നെ ഉണക്കിയെടുക്കാം. അത് പുറത്ത് വെക്കുമ്പോൾ നമ്മളിത് പൊടിയൊന്നും പാറാതിരിക്കാൻ നല്ല ഹൈറ്റുള്ള സ്ഥലത്ത് വെച്ച് ഉണക്കിയെടുക്കണം കേട്ടോ. ഞാനിതുപോലെ സിറ്റ് ഔട്ടിൽ ഹൈറ്റുള്ള സ്ഥലത്ത് അതൊരു നെറ്റ് വേണമെങ്കിൽ കവർ ചെയ്തിട്ടാണ് വെക്കാം. നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ നന്നായി ഉണങ്ങി കിട്ടും. പക്ഷേ ഞാൻ 2ാമത്തെ ദിവസം കൂടി ഒന്ന് ചൂടാക്കി എടുത്തതാണ്. നന്നായി ഉണക്കി നമുക്ക് ടിന്നിലിട്ട് വെക്കാം. ഇത് നമ്മൾ വറുത്ത് കൊണ്ടാട്ടം ഉണ്ടാക്കി നമ്മളതും ടിന്നിലിട്ട് വെച്ചാൽ മഴക്കാലത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ, ഒരു കഞ്ഞിയുടെ കൂടെയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കൊണ്ടാട്ടം ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കി വന്ന ചോറ് എപ്പോഴും കളയുന്നതിന് പകരം കുറച്ചായി നമുക്ക് ഉണ്ടാക്കാം. ഒരുപാട് ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചോറ് ബാക്കി വരുന്ന ദിവസങ്ങളിൽ കുറച്ചായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിത് നല്ല ചൂടായ എണ്ണയിലിട്ട് വറുത്തെടുക്കാം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള കൊണ്ടാട്ടം ഉണ്ടാക്കിയെടുക്കാം. അടുത്ത് നമ്മുടെ വീടുകളിൽ ബാക്കി വരുന്ന പച്ചക്കറികൾ എങ്ങനെ നമുക്ക് ഉണക്കിയെടുക്കാമെന്ന് നോക്കാം. കൃഷി ചെയ്ത സമയത്തായാലും ഒരുപാട് ബാക്കി വരും, അല്ലെങ്കിൽ വാങ്ങിയതായാലും പെട്ടെന്ന് ഒരുപാട് ബാക്കിയുണ്ടാവും. അപ്പോൾ എല്ലാം ഞാൻ കക്കരിക്ക അടക്കം ഇതുപോലെ ഉണക്കി വെക്കാറുണ്ട്. മോരിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല ഇത്രയും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അതിലിട്ടാണ് ഞാൻ ഉണക്കിയെടുക്കാറ്. ഒരു ദിവസം ഉണങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അതേ പാത്രത്തിൽ തന്നെ ഇട്ട് വെക്കും. അങ്ങനെ 2-3 ദിവസം കൊണ്ടാണ് ഉണക്കിയെടുക്കാറ്. ഇപ്പോഴത്തെ നല്ല വെയിലാണല്ലോ. ഇത് ഞാൻ കാന്താരി ഉണക്കാനായി വെച്ചതാണ് കേട്ടോ. നമ്മൾ ഇതിൽ പിടിക്കുമ്പം കുറച്ചായി പറിച്ച് ഉണക്കിയെടുക്കാറാണ്. പിന്നെ ഇത് ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചി കഴുകി നന്നായി ഗ്രേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾക്ക് ഇത് പ്ലേറ്റിൽ നിരത്തി വെയിലത്ത് വെച്ച് ഉണക്കരുത്. സിറ്റ് ഔട്ടിൽ വെയിലില്ലാത്ത ഭാഗത്ത് വെച്ച് വേണം ഉണക്കിയെടുക്കാൻ. വെയിലിന് വെക്കുമ്പോൾ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. പക്ഷേ ഇതുപോലെ ആകുമ്പോൾ നമുക്കൊരു 3-4 ദിവസം പിടിക്കും. പക്ഷേ വെയിലത്ത് ഉണക്കിയാൽ ഇതിൻ്റെ ഫ്ലേവർ കുറച്ച് കുറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഷെയ്ഡിൽ വെച്ച് ഉണക്കിയെടുക്കുന്നത്. ഇനി ഉണക്കിയതിന് ശേഷം ഇതുപോലെയും വെക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പൊടിച്ച് വെക്കാം. ഞാൻ അരിക്കാറൊന്നുമില്ല, നേരിട്ട് കറികളിൽ ചേർത്ത് കൊടുക്കാറാണ്. ഇനി നമുക്ക് ഏത്തപ്പഴം എങ്ങനെ ഉണക്കിയെടുക്കാൻ നോക്കാം. ഇത് ഞാൻ ഒരു ദിവസം ഉണക്കിയ ഏത്തപ്പഴമാണ്. നമുക്ക് ഒരു 2 ആഴ്ച വരെ ഇത് നല്ല വെയിലത്ത് ഉണക്കിയെടുക്കണം. നല്ല വെയിൽ കൊള്ളുന്ന സിമെൻറ്റിൽ വെച്ച് വേണം ഉണക്കിയെടുക്കാൻ. ഇതുപോലെ ഉണക്കിയെടുക്കുക. ഇത് നമ്മൾക്ക് കുട്ടികൾക്ക് കുറുക്ക് കൊടുക്കുമ്പോഴായാലും, അല്ലെങ്കിൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഏതെല്ലാം തരത്തിൽ ഉപയോഗിക്കുന്നത് അതിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ. സ്മൂത്തിയിലും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്. ഏത്തപ്പഴത്തിൻ്റെ ആ മധുരമൊക്കെ ഇറങ്ങി ഈ ഡ്രൈ ആകുമ്പോൾ കൂടുതൽ മധുരമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കഴിക്കാനായി കൊടുക്കാം. നമുക്ക് ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് ഞാൻ പുതിന ഇലയാണ് ഉണക്കി വെക്കുന്നത്. നമുക്ക് ചില സമയത്ത് പുതിന ഇല നന്നായി പിടിച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് ഇതുപോലെ വെയിലത്ത് ഉണക്കരുത്. നമ്മൾ ഷെയ്ഡിൽ വെച്ച് ഉണക്കിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം. അധികം സ്മൂത്തായിട്ടൊന്നും പൊടിക്കണ്ട. ഇതൊന്ന് പൊടിച്ച്
ഇതുപോലെ ഇട്ട് വെച്ചാൽ കുറേ നാൾ കേടുകൂടാതിരിക്കും കേട്ടോ, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അടുത്തതായി ഇത് നെല്ലിക്കയാണ്. നെല്ലിക്ക ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ജ്യൂസ് ഉണ്ടാക്കാനാണ് കേട്ടോ. പഞ്ചസാര ഉപയോഗിക്കാത്തവർക്ക് നമുക്ക് നല്ലൊരു ജ്യൂസ് പൗഡർ ഉണ്ടാക്കാം. ഇത് ബീട്രൂട്ടാണ്. ബീട്രൂട്ടും ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇത് രണ്ടും ഗ്രേറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് മസാലകൾ കൂടി ചേർത്ത് നമുക്കിത് ഉണക്കിയെടുക്കാം. ഇതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് വേണ്ടുന്നവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് നമ്മൾ പൊടിച്ച് വെച്ചാൽ ഒരുപാട് കാലം ഉണ്ടാവും കേട്ടോ. എൻ്റേത് ഇപ്പോൾ തീർന്നു. ഞാൻ നേരത്തെ ഞാൻ ഇതിൻ്റെ ബോട്ടിൽ കാണിച്ചു തരാം. കുറച്ച് പൊടി മാത്രമേ ബാക്കിയുള്ളൂ. ഇത് മുന്നേ ഉണ്ടാക്കിയതാണ്. ഇനിയിപ്പോൾ ചെറുപഴമാണ് ഞാൻ ഇതുപോലെ ഉണക്കിയെടുക്കുന്നത്. ഇതുപോലെ പ്ലേറ്റിൽ മുറിച്ചിട്ടതിന് ശേഷം നമുക്ക് ഉണക്കിയെടുക്കാം. ഇത് നമ്മൾക്ക് കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ നല്ല തിളച്ച പാലിലിട്ട് വെക്കാം, അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിലിട്ട് വെച്ച് നമുക്ക് കുറുക്കിൻ്റെ കൂടെയോ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പഴമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് കുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണക്കിയെടുക്കാം. ഇത് 2 ദിവസം വെയിലത്ത് ഉണക്കിയെടുത്താൽ മതി, നന്നായി ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പം ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇതേപോലെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, സ്മൂത്തിയൊക്കെ ഉണ്ടാക്കുമ്പോഴും ഓട്സ് ഉണ്ടാക്കുമ്പോഴായാലും പ്രായമുള്ളവർക്കായാലും നമുക്കതിൽ ചൂടോടെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓട്സ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ സ്മൂത്തിയിലൊക്കെ അടിക്കാനായി ഉപയോഗിക്കും കേട്ടോ. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ ഡേറ്റ്സൊക്കെ നമ്മൾ അടിച്ചിട്ട് സ്മൂത്തി ഉണ്ടാക്കൂലേ, അപ്പോൾ അതിന് ഡേറ്റ്സിന് പകരം ഡേറ്റ്സ് ഇല്ലെങ്കിൽ നമുക്കിതുപോലെ ഉണക്കിയ ഏത്തപ്പഴമായാലും അല്ലെങ്കിൽ ചെറുപഴമായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ഉണക്കിയ ചെറുപഴം വെച്ച് നമുക്ക് നല്ലൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം. അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും മധുരത്തിന് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം അതിൽ മുക്കി എണ്ണയിൽ പൊരിച്ചെടുത്താൽ മതി. നല്ലൊരു ഈവനിങ് സ്നാക്ക് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഓരോന്നും ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഡേറ്റ് എഴുതി തന്നെ സൂക്ഷിക്കണം. പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും ഇട്ട് വെക്കരുത്, ഗ്ലാസ് ജാറിൽ തന്നെ ഇടണം. അതും നല്ല ഡ്രൈ ആയി ഉണക്കിയ ഗ്ലാസ് ജാർ തന്നെ വേണം. ഒരിക്കലും കേടാവില്ല കേട്ടോ. അടുത്തത് ഞാൻ വെജിറ്റബിൾസൊക്കെ ഉണക്കി വെച്ചത് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഉണക്കി വെച്ചത്. നമ്മൾ 2-3 ദിവസം നല്ല വെയിലത്ത് ഉണക്കിയെടുക്കണം കേട്ടോ. നന്നായി തന്നെ ഡ്രൈ ആയി കിട്ടണം, ഇതുപോലെ ഉണങ്ങി കിട്ടണം. ഇത് നമുക്ക് കൊണ്ടാട്ടം പോലെ ഫ്രൈ ചെയ്ത് കഴിക്കാം. അല്ലാതുണ്ടെങ്കിൽ നല്ല കട്ട തൈരിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചാറ്റ് മസാല ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് അതിലിടാം കേട്ടോ. നല്ലൊരു സൈഡ് ഡിഷാണ്, നല്ല ടേസ്റ്റാണ് അപ്പോൾ കഴിക്കാൻ. ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്ത് അതിലേക്ക് ചൂടോടെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതും അല്ലെങ്കിൽ നമുക്കിത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണമെങ്കിൽ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ വഴറ്റിയതിന് ശേഷം ഇത് അതിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒന്ന് തെളിച്ചതിന് ശേഷം വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ പച്ചക്കറികളൊന്നും വേസ്റ്റ് ആവാതെ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റും. അതിന് വേണ്ടിയാണ് കേട്ടോ. ഇത് ഞാൻ മുരിങ്ങ ഇലയാണ് കഴുകി ഉണക്കിയെടുത്തതാണ്. ഇതേപോലെ ഷെയ്ഡിൽ വെച്ച് ഉണക്കിയെടുത്താണ്. ഇത് പൊടിച്ച് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കാം. കാരണം മുരിങ്ങയിലൊന്നും കുട്ടികളൊന്നും കഴിക്കാറില്ല വീട്ടിലുള്ള ആരും. അപ്പോൾ നമുക്ക് ആ പൊടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ഉണക്കി സൂക്ഷിക്കാം കേട്ടോ. ഞാൻ ഇതുപോലെ എല്ലാത്തിനും ലേബിൾ ഒട്ടിച്ചാണ് സൂക്ഷിച്ച് വെക്കാറുള്ളത്. നമുക്ക് ഡേറ്റോ പേരോ ഒന്നും മറക്കില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇത് മുതിരപ്പൊടിയാണ്. മുതിരപ്പൊടി ഞാൻ എല്ലാത്തിനും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർത്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഇത് നെല്ലിക്ക ബീട്രൂട്ട് പൗഡറാണ്. ഇത് തീർന്നു, ഒരുപാട് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ജ്യൂസ് പൗഡറാണ്. അപ്പോൾ മധുരമൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് നല്ലൊരു ജ്യൂസ് പൗഡറാണിത്. ഇത് മുരിങ്ങയില കൊണ്ടുണ്ടാക്കിയ ചമ്മന്തി പൊടിയാണ്. നല്ലൊരു ചമ്മന്തി പൊടിയാണ് കേട്ടോ. നല്ല എരിവും പുളിയൊക്കെയുള്ള സാധാരണ ചമ്മന്തിപ്പൊടി പോലെയാണ്. ഇത് ഞാൻ ചെറുപഴം ഫെബ്രുവരിയിൽ ഉണക്കി വെച്ചാണ് കേട്ടോ. ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ മുതിര കൊണ്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ദോശ ചമ്മന്തിപ്പൊടിയിൽ ഇഡലിക്കൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ മുതിര വെച്ച് ഉണ്ടാക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ മീറ്റ് മസാലയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത്. അതിൻ്റെ വീഡിയോ ഇതുവരെ ഇട്ടില്ല കേട്ടോ. ബാക്കി എല്ലാത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് നാരങ്ങ കൊണ്ടുണ്ടാക്കിയ സ്വീറ്റ് പിക്കിളാണ്. നമ്മൾ ബിരിയാണിക്കൊക്കെ സൈഡ് ഡിഷായി കഴിക്കാം. ഒരുപാട് കാലം ഇതുപോലെ നിൽക്കും. ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കണ്ട കേട്ടോ, പുറത്ത് തന്നെ സൂക്ഷിച്ച് വെച്ചാൽ മതി. ഇത് ജിഞ്ചർ പൗഡറാണ്. ഇത് ഞാൻ ഇപ്പോൾ ഉണക്കിയ ചെറുപഴമാണ്. ഇത് March 8 ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചാനലിൽ ലൈം ജ്യൂസ് പൗഡറിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുമ്പേ. നല്ല വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതുകൂടി കണ്ടു നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടേ. താങ്ക് യു ഫോർ വാച്ചിങ്.